നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2021 എന്ന് തോന്നുന്നു താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ഭരണം പിടിക്കുന്നു. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ പിന്തുണയുള്ള നാറ്റോ സഖ്യത്തിന്റെ പിന്തുണയുണ്ടായിരുന്ന ഒരു സർക്കാരാണ് അന്ന് അഫ്ഗാനിസ്ഥാൻ ഭരിച്ചുകൊണ്ടിരുന്നത്. അഫ്ഗാനിസ്ഥാൻ പതിയെ പതിയെ പുരോഗതിയുടെ പാതയിലേക്കും വികസനത്തിന്റെ പാതയിലേക്കും വന്നുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അതായത് ഭീകരവാദ പ്രവർത്തനങ്ങളെല്ലാം ഏതാണ്ട് അവസാനിച്ച് അഫ്ഗാനിസ്ഥാൻ പുരോഗതിയുടെ പാതയിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അഫ്ഗാനിസ്ഥാന്റെ പുനർനിർമ്മാണത്തിനായി ഇന്ത്യ അടക്കമുള്ള ധാരാളം രാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു സമയവുമായി. അപ്പോഴാണ് അഫ്ഗാനിസ്ഥാൻ്റെ യഥാർത്ഥ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട്, അതായത് അവിടെ നിന്നും അമേരിക്കൻ സൈന്യം പിൻവാങ്ങുന്നു. ആ സൈന്യത്തിൻ്റെ പിൻവാങ്ങലിന് ശേഷം പെട്ടെന്ന് തന്നെ താലിബാന്റെ ഒരു തിരിച്ചടി ഉണ്ടാകുന്നു. അവർ അധികാരം പിടിച്ചെടുക്കുന്നു. താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ വന്നപ്പോൾ ഏറെ സന്തോഷിച്ച ഒരു വിഭാഗം കേരളത്തിലും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. അവർ താലിബാനെ വിസ്മയം എന്നാണ് അന്നൊക്കെ വിളിച്ചത്. പക്ഷേ ഇങ്ങനെ വിസ്മയം എന്ന് വിളിച്ച ആളുകളെ, പാവപ്പെട്ട ആളുകളെ കേരളത്തിലെ ചില ആളുകൾ ചേർന്ന് ആക്ഷേപിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. താലിബാനെ വിസ്മയം എന്ന് പറയുന്നോടാ എന്നൊക്കെ പറഞ്ഞ് അവരെ വർഗീയവാദികളായിട്ടൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് പാവപ്പെട്ട സുഡാപ്പികളെ നമ്മൾ എത്ര കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ താലിബാൻ വിസ്മയം തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം അവർ തന്നെ പുറത്തിറക്കിയ ഒരു പീനൽ കോഡാണ്. രാജ്യത്തെ ക്രമസമാധാന നിയമം പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശിക്ഷാവിധികളൊക്കെ അടങ്ങിയിട്ടുള്ള ഇന്ത്യൻ പീനൽ കോഡ് പോലെ അഫ്ഗാനിസ്ഥാൻ ഒരു പീനൽ കോഡ് പുറത്തിറക്കുന്നു. ആ പീനൽ കോഡിൽ പറയുന്ന കാര്യങ്ങളാണ് വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ളത്. വളരെയധികം വിസ്മയകരമായിട്ടുള്ള കാര്യങ്ങൾ ആ പീനൽ കോഡിലുണ്ട്. പക്ഷേ സ്ത്രീകളെ സംബന്ധിക്കുന്ന ഒരു കാര്യം അത് ശ്രദ്ധേയമാണ്. അതിപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയുമാണ്. അതായത് ഭാര്യയ്ക്ക് 2 അടി കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയിലും കൊടുക്കാറുണ്ട്. ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കുന്നതൊക്കെ നമ്മൾ കാണാറും കേൾക്കാറും ഒക്കെ ഉണ്ട്. പക്ഷേ ഭാര്യയെ തല്ലുന്നത് നിയമപരമായി കുറ്റകൃത്യമാണ്. ഭാര്യ ആയാൽ പോലും ഏത് സ്ത്രീയെയും തല്ലുന്നത് നിയമപരമായി കുറ്റകൃത്യമാണ്. പക്ഷെ അഫ്ഗാനിസ്ഥാനിൽ ഈ വിസ്മയം താലിബാൻ ടീമുകളെല്ലാം ചേർന്ന് ഭാര്യയെ തല്ലുന്നത് കുറ്റകരമല്ല, നിയമപരമായി കുറ്റകരമല്ല എന്ന ഒരു നിയമമാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഭാര്യയെയോ അല്ലെങ്കിൽ തൻ്റെ കീഴിലുള്ള ജീവനക്കാരിയെയോ മുതലാളിക്കോ ഭർത്താവിനോ തല്ലാം. ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ. പക്ഷെ തല്ലുന്നത് അത്ര കഠിനമായ തല്ലരുത് എന്ന് പറഞ്ഞാൽ എല്ലുകൾ പൊട്ടുന്ന രീതിയിലുള്ള തല്ല് നടത്താൻ പാടില്ല. ശരീരത്തിൽ മാരകമായ മുറിവുകൾ ഉണ്ടാക്കുന്ന രീതിയിൽ അവരെ ആക്രമിക്കാൻ പാടില്ല. അല്ലാതെ അവരെ ഉപദ്രവിക്കുന്നതിൽ തെറ്റില്ല. ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ ഉപദ്രവിക്കാം, മുതലാളിമാർക്ക് വനിതാ ജീവനക്കാരെയും ഉപദ്രവിക്കാം. പക്ഷേ അതിൽ കേസൊന്നുമില്ല എന്ന ഒരു പുതിയ നിയമമാണ് അഫ്ഗാനിസ്ഥാൻ പീനൽ കോഡിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സമൂഹത്തിൽ തെറ്റ് ചെയ്താൽ ഒരേ ശിക്ഷയല്ല എല്ലാവർക്കും. അതിന് ജാതി അനുസരിച്ചിട്ടുള്ള ശിക്ഷയാണ് പുതിയ പീനൽ കോഡിൽ വരുത്തിയിരിക്കുന്നത്. ജാതി, ചാതുർവർണ്ണ്യം എന്നൊക്കെ കേൾക്കുമ്പോൾ എപ്പോഴും ഹിന്ദുക്കൾക്ക് നേരെയാണല്ലോ എല്ലാവരും വാളെടുത്ത് ഉറഞ്ഞു തുള്ളുക. ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഇസ്ലാമിൽ അങ്ങനെ ജാതിയൊന്നുമില്ല, ഞങ്ങൾ വളരെ ഐക്യത്തോടു കൂടിയാണ് പെരുമാറുന്നത്, ഞങ്ങളെല്ലാം ഒന്നാണ് എന്ന് പറയുന്നവർ അഫ്ഗാനിസ്ഥാന്റെ പീനൽ കോഡ് ശ്രദ്ധിക്കണം. അവിടെയും കൃത്യമായ ചാതുർവർണ്ണ്യം ആ പീനൽ കോഡിലുണ്ട്. അതായത് സമൂഹത്തെ 4 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും ഉയർന്ന വിഭാഗം എന്ന് പറയുന്നത് മതപണ്ഡിതന്മാരാണ്. അതായത് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ പറയുന്ന ബ്രാഹ്മണന്മാർ, നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന ആ സംവിധാനം അത് അഫ്ഗാനിസ്ഥാനിലും വരുന്നു. അതായത് പണ്ഡിതന്മാരാണ് സമൂഹത്തിൽ ഏറ്റവും മുകൾ തട്ടിലുള്ളവർ. രണ്ടാമത് ഉള്ളവർ എലൈറ്റ് ക്ലാസ് എന്ന് പറയുന്ന ക്ഷത്രിയന്മാരെയൊക്കെ പോലെയുള്ള എലൈറ്റ് ക്ലാസ്. മൂന്നാമത് മിഡിൽ ക്ലാസ്, അത് നമ്മുടെ ഇവിടുത്തെ വൈശ്യന്മാർ ആയിട്ടുള്ള മിഡിൽ ക്ലാസ്. ഏറ്റവും താഴെ ലോവർ ക്ലാസ് എന്നിങ്ങനെ 4ആയി സമൂഹത്തെ തിരിച്ചിരിക്കുന്നു. ഈ ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ്, മതപണ്ഡിതന്മാർ, ഇതിനൊക്കെ അറബിയിൽ പല പേരുകളും ഉണ്ട് കേട്ടോ. ആ പേരുകൾ കൃത്യമായി പറയാൻ ഇപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ അത് അർത്ഥം വയ്ക്കുന്നത് മതപണ്ഡിതന്മാർ, എലൈറ്റ് ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോ ക്ലാസ് എന്നിങ്ങനെയാണ്. മതപണ്ഡിതന്മാർ അടങ്ങുന്ന ഉന്നത വിഭാഗം, ഉന്നത കുലജാതർ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെ ഉപദേശിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. ചേട്ടാ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് മാത്രമേ അവരോട് പറഞ്ഞ് വീട്ടിലേക്ക് വിടുകയാണ്. രണ്ടാമത്തേത് എലൈറ്റ് ക്ലാസ്. എലൈറ്റ് ക്ലാസ്സുകാർ തെറ്റ് ചെയ്താൽ ഉപദേശം കൊടുക്കും, തീർച്ചയായിട്ടും ഉപദേശം കൊടുക്കും. പക്ഷെ അതിനപ്പുറം ചെറിയ നുള്ളോ പിച്ചോ ഒക്കെ കൊടുക്കുമായിരിക്കും. മൂന്നാമത്തത് മിഡിൽ ക്ലാസ്. ഈ മിഡിൽ ക്ലാസ്സുകാരെയാണ് ജയിലിൽ അടയ്ക്കുക. കുറ്റം ചെയ്തു കഴിഞ്ഞാൽ പീനൽ കോഡ് അനുസരിച്ച് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പക്ഷേ ജയിൽ ശിക്ഷയാണെങ്കിലും നല്ല
സ്വാഭാവികമായ ജയിൽ ശിക്ഷയാണ്, സുഖകരമായ ജയിൽ ശിക്ഷയാണ്. ഒട്ടക ബിരിയാണിയും മറ്റുമൊക്കെ കിട്ടുമായിരിക്കും. അവിടെ സുഖകരമായി ശിക്ഷാ കാലാവധി അല്ലെങ്കിൽ ആ കാലാവധി പൂർത്തിയാകുന്നത് വരെ ജയിലിൽ കഴിയാം. ഏറ്റവും താഴെ തട്ടിലുള്ള ലോവർ ക്ലാസ്സിനാണ് മുഴുവൻ ശിക്ഷയും, ജയിൽ ശിക്ഷയും അതോടൊപ്പം തന്നെ ശാരീരികമായ ശിക്ഷയുമുണ്ട്. ചാട്ടവാറടി, നഖത്തിൻ്റെ ഇടയിൽ സൂചി കുത്തിക്കയറ്റുക, ചൂരലുകൊണ്ട് കാൽപാദത്തിൽ അടിക്കുക, മുട്ടുകാലയിൽ ഉപ്പുകല്ലിന്മേൽ നിർത്തുക എന്നിങ്ങനെയൊക്കെയുള്ള ശിക്ഷാവിധികളൊക്കെ ഈ ഏറ്റവും താഴേക്കിടയിലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് മാത്രമാണ്. ഇങ്ങനെ ചാതുർവർണ്ണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അഫ്ഗാനിസ്ഥാനിൽ പുതിയ പീനൽ കോഡ് അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ വിസ്മയം, മറ്റൊരു പ്രധാനപ്പെട്ട വിസ്മയം ഈ പീനൽ കോഡിലുള്ളത്, അതായത് ഈ സ്ത്രീകൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഭർത്താക്കന്മാർ തല്ലാൻ പക്ഷേ എല്ല് പൊട്ടരുത്, അങ്ങനെയൊക്കെയുള്ള വെട്ടാൻ പറ്റും പക്ഷേ മുറിയരുത്, അങ്ങനെയൊക്കെയുള്ള ശിക്ഷാവിധികളുണ്ടല്ലോ. ഇനി ഭർത്താവ് തല്ലുമ്പോൾ എല്ലൊടിഞ്ഞു പോയാൽ അല്ലെങ്കിൽ മാരകമായ മുറിവുകൾ ഉണ്ടായാൽ സ്ത്രീകൾക്ക് പരാതിപ്പെടാം. പക്ഷേ സ്ത്രീകൾ പരാതിപ്പെടുന്നതൊക്കെ കൊള്ളാം, ഭർത്താവ് അടിച്ചു തന്നെയാണ് അല്ലെങ്കിൽ ഭർത്താവ് മാരകമായി അടിച്ച് എല്ലൊടിച്ചു അല്ലെങ്കിൽ മുറിവുണ്ടാക്കി എന്നൊക്കെ മജിസ്ട്രേറ്റിന് മുന്നിൽ സ്ത്രീ നേരിട്ട് വന്ന് തെളിവ് കൊടുക്കണം. അതായത് മുറിവുകൾ ഉണ്ടായ ശരീരഭാഗം മജിസ്ട്രേറ്റിന് മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടാണ് ഈ രീതിയിൽ തെളിവ് കൊടുക്കേണ്ടത്. അഫ്ഗാനിസ്ഥാനാണ്, സ്ത്രീ മജിസ്ട്രേറ്റ് എന്നൊരു സംഭവം അവിടെ ഇല്ല. മാത്രമല്ല അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ ശരീരം മുഴുവൻ പുതച്ചിട്ടാണ് നടക്കാറുള്ളത്. ഭർത്താക്കന്മാർക്ക് മാത്രമേ ഇവരുടെ ശരീരഭാഗം കാണാൻ പാടുള്ളൂ എന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇവരാരും ജഡ്ജിമാരുടെ അടുത്ത് പോയിട്ട് മുറിവുള്ള ശരീരഭാഗം കാട്ടിക്കൊടുക്കാൻ പോകുന്നില്ല. അത് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നേരിട്ട് ജഡ്ജിക്ക് ഈ മുറിവുകൾ കാട്ടിക്കൊടുത്ത് തെളിയിച്ചാൽ മാത്രമേ പുരുഷന്മാർക്ക് ശിക്ഷയുള്ളൂ, അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്കോ മുതലാളിമാർക്കോ, ഈ കടുംകൈ ചെയ്ത ഭർത്താക്കന്മാർക്കോ മുതലാളിമാർക്കോ ശിക്ഷയുള്ളൂ എന്നതാണ് അതിലെ മറ്റൊരു വിസ്മയകരമായ വ്യവസ്ഥ. അതിലും വലിയ വിസ്മയം വരുന്നുണ്ട്. അതായത് ഭർത്താക്കന്മാർ തെറ്റുകാരനാണ്, ഈ പറയുന്നത് പോലെ പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെ ദ്രോഹിച്ചു, അവരെ റേപ്പ് ചെയ്തു അല്ലെങ്കിൽ അവരെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ കണ്ടെത്തിയാൽ തന്നെ അവർ കുറ്റവാളികളാണ് എന്ന് തെളിഞ്ഞാൽ തന്നെ അവർക്ക് കിട്ടുന്ന പരമാവധി ശിക്ഷ 15 ദിവസം മാത്രമാണ്. അതും ഈ ഭർത്താക്കന്മാരും മുതലാളിമാരും ഒക്കെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെയുള്ള മതപണ്ഡിതന്മാരാണെങ്കിൽ അവർക്ക് അതുമില്ല. ചേട്ടാ ഇനി അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞ് ഉപദേശിച്ചു വിടുക മാത്രമാണ് അവിടുത്തെ പുതിയ രീതികൾ എന്ന് പറയുന്നത്. എന്തായാലും അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നയതന്ത്രപരമായി ഇപ്പോൾ വലിയ ബന്ധത്തിലൊക്കെയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാം, ആ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ആ ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ അത്യാവശ്യമാണ്. പക്ഷേ ആ ബന്ധം ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിലല്ല. ഇന്ത്യ ഒരിക്കലും ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങൾ അനുവദിക്കുന്നുമില്ല. എന്തായാലും വിസ്മയമായി അഫ്ഗാനിസ്ഥാൻ ഇപ്പോഴും തുടരുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.